ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഴനിയിലേക്ക് പോവാണ്. കാലത്ത് വെളുപ്പിന് പോണതാണ്, പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇച്ചിരി നേരം വൈകിട്ടാണ്. അപ്പോൾ ഞാൻ ഉറക്കെ എണീറ്റിട്ടുള്ള കോലാണിത്, അതുകൊണ്ടാണ് എൻ്റെ മോൻ തിങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഗായ്സ്, നമ്മൾ കാലത്ത് തന്നെ പോകുന്നത് കൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. വണ്ടി ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ മധുരൈ വ്ളോഗ് കഴിഞ്ഞിട്ട് ലോങ് വീഡിയോ നമ്മുടെ പഴനി വ്ളോഗാന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഞാൻ ഇച്ചിരി സോങ്സ് ഇട്ട് തരാം. അപ്പം ഗൈസ്, അമ്മ ഉറങ്ങാണ്. അപ്പോൾ അമ്മ അറിയാണ്ട് നമുക്ക് ഇച്ചിരി ലിപ്സ്റ്റിക്ക് പൂശാം. ഗൈസ്, ഞാൻ യൂസ് ചെയ്യാറുള്ള ലിപ്സ്റ്റിക്ക് നമ്മുടെ ഫേസ് സ്കാനയുടെ കോഫി മാറ്റ് ലിക്വിഡ് വാവ് ലിപ്സ്റ്റിക്കാണ്. ഇതെൻ്റെ സ്കിൻ ടോണിന് ചേരും. ഇത് തീരാറായി. ഇതിന് ഒരെണ്ണം കൂടി മേടിക്കണമെന്നുണ്ട്. അതോ വേറെ ട്രൈ ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ആരും അറിയേണ്ടത് ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ ഗൈസ്, നമ്മൾ പഴനിയിലെത്തിയിട്ടുണ്ട്. മുകളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ തൊഴുത് വന്നിട്ടുള്ളത് ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ കാലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോണതാണ്. കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ തൊഴുത് വന്നിട്ടുണ്ട്. ഞങ്ങൾ എന്നിട്ട് കാലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഊണാണ് ഗൈസ് കഴിച്ചത്. നല്ല നോൺ വെജ് ഊണാണ്. എനിക്ക് ഓൾറെഡി തമിഴ്നാട്ടിലത്തെ റൈസ് ഇഷ്ടമല്ല. അപ്പം എല്ലാവർക്കും എരിഞ്ഞിട്ട് ഓടാണ് ഗൈസ്. നല്ല എരിവുണ്ടായിരുന്നു. നമ്മുടെ ഏതൊരു അമ്മച്ചിയുടെ എന്തൊക്കെയോ പേരൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. വെറൈറ്റികളായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ എപ്പോഴും തമിഴ്നാട്ടിൽ പോയാൽ മിസ് ചെയ്യാത്തൊരു കാര്യമാണ് മാങ്ങ മേടിച്ച് ഉപ്പും മുളകൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ അമ്മ എപ്പോൾ വീഡിയോ എടുത്തതിൽ കണ്ടാലും ഒരു പുഞ്ചിരി, അത് നിർബന്ധമാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന ഇടയിൽ കുറേ കാറ്റാടികൾ കാണും. അത് പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ നമ്മൾ പാട്ടും ഒക്കെ വൈബായിട്ട് വീണ്ടും നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാൻ പോകുകയാണ് ഗൈസ്. ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഒരിക്കലും ഞാനൊരു ഡേയ്സ് ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ടില്ല കേട്ടോ ലിപ്സ്റ്റിക്ക്. പക്ഷേ അതെനിക്ക് പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ചുണ്ട് ഡ്രൈ ആയി. ഓൾറെഡി എനിക്ക് ലിപ്സ്റ്റിക്ക് ഞാൻ അങ്ങനെ എപ്പോഴും ഇടാൻ ആളല്ല. എൻ്റെ അമ്മ ഇടാൻ സമ്മതിക്കാറുമില്ല. പക്ഷെ അന്ന് എന്തോ എനിക്ക് പ്രാന്ത് പിടിച്ച് ഞാൻ കുറേ തേക്കുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞാനൊരു ലോഡ് എടുത്ത് തേക്കാറുണ്ട്. എൻ്റെ അമ്മ ഇതൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ കാര്യമാക്കാണ്ട് പിന്നെ കാറിൻ്റെ കുലുക്കും കൂടി കാരണം എൻ്റെ ചുണ്ട് കഥം പിതം നായ പോലെ. അത് ലാസ്റ്റ് എനിക്കും കൂടി ഇട്ട് തരാൻ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ കോയമ്പത്തൂരാണ് എൻ്റെ അമ്മയുടെ ഫാമിലി താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെയും കൂടി കയറാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ പാലക്കാട് പുതിയ വെള്ളച്ചാട്ടം കാണാൻ പോകാമെന്നൊക്കെ വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഇവിടെ ഇടയ്ക്കിടയ്ക്കല്ലേ കാണാൻ പറ്റുള്ളൂ, അപ്പോൾ പിന്നെ കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പിന്നെ അങ്ങനെ പോയി. കുറേ നേരം ഈ ലിപ്സ്റ്റിക്കിൽ നിങ്ങളുടെ അടുത്ത് ബോറടിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബട്ട് സോറി, ഐ ആം റിയലി സോറി. ഞാൻ വിചാരിച്ചില്ല, എനിക്ക് തന്നെ കണ്ട് ലാഗായി തുടങ്ങി. പക്ഷെ എന്നാലും സാരമില്ല ഗൈസ്, നമുക്ക് ഇച്ചിരി കണ്ടിരിക്കാം. അടിപൊളി വീഡിയോ ആയിരിക്കും ഇത് മിക്കവാറും. ഞങ്ങളുടെ പഴനി ട്രിപ്പ് ഒരു ആപത്തും ഒരു ഇതും വരാണ്ട് ഞങ്ങൾ സുഖമായിട്ട് തൊഴുതിറങ്ങിയ കാര്യം പറയാനാണെങ്കിൽ ട്രെയിനിൽ 4 മണിക്കൂറൊക്കെ നിൽക്കണമെന്ന് പറയുന്നതാണ്. പക്ഷെ എന്തോ ലക്ക് കൊണ്ട് പെട്ടെന്ന് തന്നെ മുകളിൽ കയറി തൊഴാനും പറ്റി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഫുഡിന് ഞങ്ങൾ അവിടെ നിന്ന് പുളിഞ്ചോറൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, മുകളിൽ ഫോൺ കൊണ്ടുപോകാനോ ഓടല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഗൈസ് സെറ്റായിട്ടുണ്ട്. എന്നാലും ഞാൻ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്.
ഓ മതിയായി ലിപ്സ്റ്റിക്ക് പറഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ മിനിസോയിൽ കയറണമെന്നതിൻ്റെ ആഗ്രഹമായിരുന്നു ഗൈസ്. ഞാൻ ഇന്ന് വരെ ലൈഫിൽ മിനിസോയിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കോയമ്പത്തൂർ ഈ പഴനി പോയി വരുന്ന വഴിക്ക് എനിക്ക് മിനിസോയിലും കൂടി കയറാൻ പറ്റി. അതെനിക്ക് വല്ലാണ്ട് സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. അതെന്താണെന്നറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത്രയും പറയാനൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കരുത്. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, മുടിയൊക്കെ ചീവി കെട്ടി പിന്നിട്ട് നല്ല സെറ്റായി. അതൊന്നും വരെ ഒന്നും അറിഞ്ഞില്ല മിനിസോയിൽ പോണ കാര്യമൊന്നും കേട്ടോ. സർപ്രൈസ് ആയിരുന്നു തന്നെ വേണമെങ്കിൽ ജസ്റ്റ് പറയാം. എന്നിട്ട് ഇങ്ങനെ പോയി വരണം. നിങ്ങൾ നോക്കണ വഴിയിൽ ഗേസ് അങ്ങനെ നമ്മൾ മിനിസോയിൽ കയറാൻ പോവാണ് ഗേസ്. ഞാൻ മിനിസോയുടെ ഫ്രണ്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എന്ത് പഠിക്കണം എന്ന് അറിയണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ അങ്ങനെ പൈസ ചിലവാക്കിയില്ല കേട്ടോ. എനിക്ക് ആവശ്യമുള്ള ഒരു 2-3 സാധനം മാത്രമേ ഞാൻ മേടിച്ചുള്ളൂ. ടെഡി മേടിക്കണം എന്ന് പറഞ്ഞാൽ കയറിയത്. പിന്നെ ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ള 2-3 സാധനം മേടിച്ചു. ഞാൻ സാധാരണ മിനിസിൽ പോയി ഒരു 3000 പൊട്ടേണ്ടതാണ്. ബട്ട് 1000-നുള്ളിൽ 1000 പുറത്ത് 1500-നുള്ളിൽ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇച്ചിരി സാധനങ്ങൾ മേടിച്ചുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗൈസ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി അമ്മൂമ്മയുടെ വീട്ടിലെത്തി കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ പോയി കുറച്ചധികം ദൂരം, കുറച്ച് ദൂരം ഉണ്ട് ഗൈസ് നമ്മൾ മിനിസോന്ന് അമ്മൂമ്മയുടെ വീട്ടിലേക്കൊക്കെ. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം അടിപൊളിയായിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ നമുക്ക് പോകാം.
അങ്ങനെ ഗൈസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പഴനിന്ന് മേടിച്ച നെയ്യപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നെയ്യപ്പല്ല, സോറി, അതിരസം. ഓക്കെ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. നിങ്ങളും കഴിക്കൂ അതിരസം. അങ്ങനെ ഗൈസ് നമ്മൾ അമ്മൂമ്മയുടെ വീട്ടിലെത്തി. അവിടെ റോസ് ഉണ്ടായിരുന്നു, അത്രേ ഞാൻ അടുത്തുള്ളൂ ഗൈസ്. പിന്നെ എനിക്ക് കാല് കഴിച്ച് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതായി എൻ്റെ നെക്സ്റ്റ് ഇത് വ്യായാമം, അങ്ങനെയും പറയാം. പിന്നെ സൂര്യൻ്റെ ഭംഗിയും അതേപോലെ തന്നെ സൺ കിസ്ഡ് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കാറിലിരുന്നു ഗൈസ്. അങ്ങനെ ഗൈസ് പാലക്കാട് എത്തിയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ എനിക്ക് അവിടെ നിന്ന് നല്ല ഹെവി ആയിട്ട് വല്ലതും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ വന്ന് റെക്കമെൻഡ് ചെയ്തു, നിങ്ങൾ കണ്ണൂർ കോക്ടെയിൽ കുടിക്കുമെന്ന്. എനിക്ക് ഉറപ്പായിരുന്നു അത് ഇഷ്ടപ്പെടില്ല എന്ന്, കാരണം എനിക്ക് പപ്പായ ഇഷ്ടമല്ല. ബട്ട് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് എന്തോ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തോ ചിക്കൻ നഗറ്റ്സ് എന്തോ മേടിച്ചിരുന്നു ഗൈസ്. അതിനുശേഷം നമ്മൾ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്കൈ സോ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. Por el final, ahí bien cerquita del apagón. Fue sin mar, fue sin flores y sin balcón. Nuestro foquito se nos quemó, no queda pulso ni corazón. ¿Qué voy a hacer ayer? Mañana puedo perder. Debo ir a buscar. Chao, adiós. അങ്ങനെ ഗൈസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുതിരാനൊക്കെ കഴിഞ്ഞു. ഇപ്രാവശ്യം ഞാൻ കുതിരാനും എടുത്തില്ല, കാരണം നമ്മൾ എല്ലാ പ്രാവശ്യം കുതിരാൻ എടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കുറച്ചധികം ക്ലിപ്സാണ് ഗൈസ്. ഇത് അടിപൊളിയായിട്ടില്ലേ? അങ്ങനെ ഗൈസ് നമ്മൾ വൈകുന്നേരം ഏകദേശം ഒരു 8:30-9 മണിക്കുള്ളിൽ വീട്ടിലെത്തിയിട്ടു. അങ്ങനെ ഗൈസ് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് കാലുവേദന ഒട്ടും സഹിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് ഭ്രാന്ത് പിടിച്ച് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻട്രോ പറയാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ പഴയ വ്ളോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.